നമസ്കാരം, പിക്സൽ വില്ലേജിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ഞാൻ ആദിത്യോട് പറയുമായിരുന്നു, ഇന്നത്തെ ദിവസം ശരിക്കും ഞങ്ങൾക്ക് ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ടെന്ന്. കാരണം സ്റ്റുഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് എംറ്റി ആണ്. ഇവിടെയുള്ളത് ഒരു 1DX Mark III, ഒരു R5, R6, ഒരു 3-4 RF ലെൻസുകൾ. വെൽ, you know what I'm talking about. ഇത്രയും സാധനങ്ങളുണ്ട്. ഒരു ജ്വല്ലറി ഷൂട്ടിന് വേണ്ട അത്രയും സെക്യൂരിറ്റി ഇന്ന് ഈ സ്റ്റുഡിയോയിൽ ആവശ്യമുണ്ടെന്ന് പറയായിരുന്നു ഞാൻ ആദിത്യോട്. എനിവേ, വിത്ത് ജോക്സ് അപ്പാർട്ട്, today is a very important day for us in Pixel Village. We got some real monster cameras here and we're going to be talking about only one. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്. 2000കളുടെ തുടക്കത്തിലാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി പോപ്പുലർ ആയതും പിന്നെ സ്ലോലി ഹൈബ്രിഡ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ്, അതായത് സ്റ്റിൽസും വീഡിയോവും ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറകൾ ഇറങ്ങലും തുടങ്ങിയത്. അതിൻ്റെ ഒരു ശരിയായ തുടങ്ങിയത് 2008 5D Mark II വരവോടുകൂടിയാണ്. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5D Mark II വാസ് എല്ലാവരുടെയും പ്രിയപ്പെട്ട ക്യാമറ. അതായത് ലോകത്തിലെ തന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ചെയ്യുന്ന ഒരു രീതിയെ മാറ്റിമറിച്ച ഒരു ക്യാമറയായിരുന്നു 5D Mark II. And Canon followed it up with 5D Mark III and 5D Mark IV. 5D Mark IV ഇന്നും വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. ഒരു സക്സസ്ഫുൾ ക്യാമറ ഇറക്കുക എന്നുള്ളത് വലിയ കാര്യമല്ല എന്ന് വെക്കാം. പക്ഷേ ഈ ക്രിക്കറ്റിലൊക്കെ പറയും ഒരു സെഞ്ചുറി അടിക്കുക കുഴപ്പമില്ല, പക്ഷേ സെഞ്ചുറികൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വിക്കറ്റുകൾ ഇങ്ങനെ വീഴ്ത്തിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ റോജർ ഫെഡററെ പോലെ ഇപ്പോഴും അൺഡിസ്പ്യൂട്ടഡ് കിങ് ആയിട്ട് ഒരു ഗ്രാൻഡ് സ്ലാം ഇസ് ഫൈൻ. പക്ഷേ ഗ്രാൻഡ് സ്ലാം ആഫ്റ്റർ ഗ്രാൻഡ് സ്ലാം ഇസ് നോട്ട് റിയലി ഈസി. വെൽ, ഇൻഫാക്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഹംബിൾ ഒപ്പീനിയൻ, കാനൺ അതാണ് ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റിൽ ഫോട്ടോഗ്രാഫിയുടെ കാലം തൊട്ട് ഇന്ന് വരെ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകളും അവരിറക്കിയിരുന്നത് ക്ലാസ് ലീഡിങ് ക്യാമറകളായിരുന്നു. ദ മോസ്റ്റ് റീസെന്റ് വൺ ബീയിങ് the 1DX Mark III. 1DS Mark IIIയുടെ കേപ്പബിലിറ്റീസ് വെച്ചിട്ട് അത് I'll say it is undoubtedly the finest full-bodied DSLR. പക്ഷേ മിറർലെസ് ലോകത്തേക്കുള്ള കാനൻ്റെ കാൽവയ്പ് വിത്ത് EOS R അത്ര അങ്ങോട്ട് ഫലവത്തായി എന്ന് പറയാൻ പറ്റില്ല. There was a small element of dissatisfaction in some departments. അത് കഴിഞ്ഞ് RP വന്നു. അതിലും users were not exactly very happy. പക്ഷേ ഇംഗ്ലീഷിൽ ക്രിക്കറ്റ് അറിയാവുന്നവർക്കറിയാം, there is this expression called hitting out of the park. ബേസിക്കലി ഒരു സിക്സർ അടിക്കുന്നതിനാണ്. പക്ഷേ സിക്സർ അടിക്കുക മാത്രമല്ല, ആ ബോൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് അടിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാമറ ലോഞ്ച് ആയിരുന്നു EOS R5. വെൽ, EOS R ഉപയോഗിച്ചുള്ളവർക്ക് വളരെ വളരെ സുപരിചിതമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ്, വെൽ, ഇറ്റ് വാസ് unheard of. Some of the features were like unheard of still unheard of in the mirrorless hybrid camera world. Canon ഈ ക്യാമറ ലോഞ്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾക്ക് ഈ ക്യാമറ കിട്ടുകയുണ്ടായി എങ്കിലും അതിൻ്റെ റിവ്യൂ ചെയ്യാനോ പുറത്തേക്ക് ഇറങ്ങിയെടുത്ത് ഉപയോഗിക്കാനോ ഈ COVID-19 കാരണം നമുക്ക് സാധിച്ചിരുന്നില്ല. അതിനെപ്പറ്റി കുറച്ച് സങ്കടം ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ആ ലോഞ്ച് സമയത്ത് ദിസ് വാസ് ദി ഹോട്ടസ്റ്റ് ക്യാമറ, ബോത്ത് ലിറ്ററലി ആൻഡ് ഫിഗറേറ്റീവ്ലി. ഇറ്റ് വാസ് ഹോട്ട് ക്യാമറ. പക്ഷെ അന്ന് ഞങ്ങളത് റിവ്യൂ ചെയ്യാണ്ടിരുന്നത് ഒരു ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെ ആയിരുന്നോ എന്ന് ഒരു സംശയമുണ്ട് എനിക്ക്. കാരണം 2 ഫേംവെയർ അപ്ഗ്രേഡ് കഴിഞ്ഞപ്പോഴേക്കും ഈ ക്യാമറയുടെ സ്വഭാവം അങ്ങോട്ട് മാറി.
It is now a really hot camera in all sense of the term, but it doesn't heat up the way it used to, which was the biggest complaint people had. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും I think it is still the class leader. 3 മാസമായി. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞ് ഞാൻ വിരസിപ്പിക്കുന്നില്ല. എങ്കിലും ഇതിൻ്റെ പ്രധാന ഫീച്ചേഴ്സ് ആസ് ഐ നോ, ലെറ്റ് മീ ടെൽ യു. First one to me is a familiar body design. അതായത് EOS R ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ഇതിൻ്റെ ബോഡി ഡിസൈൻ, എർഗണോമിക്സ് ആൻഡ് എവറിഥിങ് ഇസ് very familiar. And the biggest one is 45 megapixel resolution, which is amazing. ഇതിനേക്കാൾ റെസൊല്യൂഷൻ ഉള്ള മിറർലെസ് ക്യാമറകൾ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. For Canon 45 megapixel. In fact, Canon 50 megapixel DSLRs ഉണ്ടായിരുന്നു, if you remember 5D-SR. പക്ഷേ 5D-SR-നെക്കാട്ടിലും നല്ല ഇമേജസ് ഇതിൽ 45 മെഗാപിക്സൽ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഒരു നിഗമനം. അതായത് മിറർലെസ്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് വെരി ഷോർട്ട് ഫ്ലാഞ്ച് ഡിസ്റ്റൻസ്. അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലാസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും പിന്നിലുള്ള ലെൻസിൻ്റെ എലമെൻറ്റും സെൻസറുമായിട്ടുള്ള ഡിസ്റ്റൻസ്, അതിനാണ് ഫ്ലാഞ്ച് ഡിസ്റ്റൻസ് എന്ന് പറയുക. ആ ഡിസ്റ്റൻസ് കുറയും തോറും ഇമേജിൻ്റെ ക്വാളിറ്റി കൂടും എന്നാണ് ഒപ്റ്റിക്കൽ സയൻറ്റിസ്റ്റ് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. സയൻറ്റിഫിക്കലി ക്യാൻ ബി പ്രൂവൺ ദാറ്റ് smaller, shorter flange distance will improve image quality. So അതൊന്ന്. രണ്ടാമത്തത് 5-axis image stabilization. Okay, and the in-body image stabilization ആണ് coupled with, let's say, optical image stabilization ഉള്ള ഒരു ലെൻസും കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 8 സ്റ്റോപ്പിൻ്റെ അഡ്വാൻറ്റേജ് ഫോട്ടോഗ്രാഫർക്ക് കിട്ടും. അത് നമ്മളുടെ DSLR-ൽ അന്ന് ഉണ്ടായിരുന്നില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഇമേജസ് ക്വാളിറ്റി പ്ലസ് ഓഫ് കോഴ്സ് എ ന്യൂവർ സെൻസർ ആൻഡ് എ ന്യൂവർ പ്രോസസ്സർ, ഇതെല്ലാം ചേർന്നുകൊണ്ട് EOS R5-ന് കിട്ടുന്ന 45 megapixel images is definitely, I can without any doubt say that it will definitely be better than even the 5D-SR. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി റെസൊല്യൂഷൻ കൂടുന്തോറും ക്യാമറയുടെ സ്പീഡ് കുറയും. കാരണം എന്താ വെച്ചാൽ ഇത്ര അധികം ഡേറ്റ പ്രോസസ്സ് ചെയ്യണം, ഇത്ര അധികം ഡേറ്റ റെക്കോർഡ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടേ നെക്സ്റ്റ് ഷോട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബഫറിൻ്റെ സൈസ്, ഇതെല്ലാം ലിമിറ്റിംഗ് ഫാക്ടേഴ്സാണ്. പക്ഷേ ഈ ക്യാമറ, ഇൻ സ്പൈറ്റ് ഓഫ് ബീയിങ് എ 45 megapixel ക്യാമറ, ക്യാൻ ഷൂട്ട് 12 frames a second in RAW, 20 frames a second in mirror up mode, which is like mind-blowingly fast. അതായത് ഒരു 4 ഫ്രെയിമും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 45 മെഗാപിക്സലുള്ള മൂവി ഷൂട്ട് ചെയ്യാമെന്നുള്ള നിലയാവും. you know what I mean. So ഇനിയത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കാനൻ്റെ ഓൾ ടൈം സ്ട്രോങ് പോയിന്റ് ആണ് ഓട്ടോ ഫോക്കസ് കേപ്പബിലിറ്റി. മിറർലെസ് ആയപ്പോൾ ആ കേപ്പബിലിറ്റി ഒരു പടി മുകളിലേക്ക് പോയി. സ്പീഡ് ഇസ് എക്സാക്ട്ലി ദ സെയിം ഓർ മോർ. ഫുൾ സ്ക്രീനിൽ നമ്മൾക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത്, ഫോക്കസ് പോയിന്റ്സ് ഷിഫ്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റിയും കൂടി ഈ ക്യാമറയിൽ വന്നു. 45 megapixel, 8 stops, advantage due to 5-axis stabilization, 20 frames per second speed, great autofocus, capability. അതായത് എല്ലാ ഫുൾ സ്ക്രീനിൽ, ഓൾമോസ്റ്റ് ഫുൾ സ്ക്രീനിൽ, ഞാൻ പറഞ്ഞ പോലെ ഫുൾ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, വെരി ആക്യുറേറ്റ് മീറ്റർ റീഡിങ്. അടുത്ത ഒരു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ലോ ലൈറ്റ് സെൻസിറ്റിവിറ്റി. അതായത് 1,24,000 ISO വരെ ഇതിന് ISO സെൻസിറ്റിവിറ്റി ഉണ്ട്. ISO സെൻസിറ്റിവിറ്റിയും റെസൊല്യൂഷനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത പാർട്ടിക്കാരാണ്. അതായത് ഹൈ റെസൊല്യൂഷനും ഹൈ സെൻസിറ്റിവിറ്റി അറ്റ് ലോ ലൈറ്റ്, അത് അവർ തമ്മിൽ ഒരു ചെറിയൊരു പൊരുത്തക്കേടുണ്ട്. പക്ഷേ ഈ ക്യാമറയിൽ അത് ഇല്ല.
വെൽ ഓഫ് കോഴ്സ് നമ്മൾ ഇല്ലയെന്ന് കാനൺ പറയുന്നത് നമുക്ക് ചെയ്തു നോക്കാം. ആൻഡ് വി വിൽ സീ നമ്മൾ ഈ പറഞ്ഞ പോലെ തൊട്ട് വിശ്വസിക്കാം. അത് നമ്മൾ ഞാൻ പറയുന്നതോ കാനൺ പറയുന്നതോ വിശ്വസിക്കേണ്ട, നമുക്ക് ഷൂട്ട് ചെയ്ത് കണ്ട് അറിഞ്ഞ് വിശ്വസിക്കാം. സോ ഇപ്പോഴും ഞാൻ പറയുമ്പോഴും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത്. ലെറ്റ് മീ ഷോ ഇറ്റ് ടു യു. സോ 45 megapixels, 20 fps, up to 20 fps speed, 5 axis image stabilization, which will give you 8 stops advantage കിട്ടും. And what else? Almost full screen auto focusing points and high ISO sensitivity. പറഞ്ഞ പോലെ ആനന്ദലബ്ധിക്ക് ഇനി എന്ത് വേണം എന്ന് ചോദിച്ച പോലെ ആയിട്ടുണ്ട് തൽക്കാലം സ്റ്റിൽസ് ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക്. നമ്മൾക്കിതിൻ്റെ വീഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കൊന്ന് നോക്കാം. വെൽ 8K വീഡിയോ, ദാറ്റ് ടു ഇൻ ക്യാമറ റോ. എനിക്കറിയില്ല എങ്ങനെയാണ് ഈ ക്യാമറയ്ക്കകത്ത് അത്രയും ചെയ്യാൻ സാധിക്കുന്നത്, ഞാൻ അറിയേണ്ട ആവശ്യമില്ല എന്ന് വെച്ചോളൂ. പക്ഷേ 8K internal recording, raw recording, up to 30 frames per second, which means I don't know what it means. I've never shot 8K. 8K ആർക്കാണ് ആവശ്യമുള്ളതെന്നും കൂടി എനിക്കറിയില്ല. ഓഫ് കോഴ്സ് ഫീച്ചർ ഫിലിംകാർ ഷൂട്ട് ചെയ്യേണ്ട 8K ഉണ്ട്, 12K ഉണ്ട്. I mean, sky is the limit, it seems like. പക്ഷേ 4K 120 FPS വരെ ഷൂട്ട് ചെയ്യാം, which is amazing. വളരെ നല്ല കാര്യമാണ്. 4K 120 FPS and Full HD at 240 FPS. This both are amazing, features. I'm not saying വേറെ ക്യാമറകൾക്ക് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. Along with 8K ഈ ഫീച്ചേഴ്സ് എല്ലാം വളരെ ഗംഭീരമാണെന്ന് തന്നെ പറയാം. അതും ഇതിൻ്റെ ഇൻറ്റേർണൽ റെക്കോർഡിംഗ്, അതായത് ഇതിൻ്റെ സ്പീഡ് കൂട്ടാനായിട്ട്, അതായത് 8K റെക്കോർഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളുടെ റെഗുലർ SD കാർഡുകളിലൊന്നും നടക്കില്ല. അതുകൊണ്ട് 1DX Mark 3 അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത CF Express കാർഡുകളാണ് ഇതിൽ ഉപയോഗിക്കുക. Of course, currently CF Express cards are a little expensive. പക്ഷേ എല്ലാ ക്യാമറകളിലും അതൊരു സ്റ്റാൻഡേർഡായി വരുമ്പോൾ അതിൻ്റെ പ്രൈസ് നാച്ചുറലി ഡ്രോപ്പ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. CF കാർഡുകൾ തൊട്ട് നമ്മൾ ആ ഫിനോമിന കണ്ടിട്ടുണ്ട്. Every 6 months prices drop by like 50%. ഓഫ് കോഴ്സ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കും സ്റ്റിൽ ഷൂട്ട് ചെയ്യുന്നവർക്കും ഫുള്ളി ആർട്ടിക്കുലേറ്റഡ് സ്ക്രീൻ ഒരു വലിയ ഒരു ആശ്വാസം തന്നെയാണ്. ആൻഡ് വാട്ട് എൽസ്? Rest everything is very familiar. Another thing is about the battery. Of course, it's got a 2200 mAh battery, and this battery can last up to 480 shots in stills and up to about 80 minutes of a video. Now, this is provided that you don't preview very often or keep playing back your videos often. So, of course, other things like weather shielding, all your connectivity ports, all are these days come standard അല്ലേ. ഓൾമോസ്റ്റ് എല്ലാ ക്യാമറകൾക്കും പറയാവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് ആണ് അതെല്ലാം. പക്ഷേ ഇതിലൊരു ആഡഡ് അഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് ഇറ്റ്സ് ഗോട്ട് വൈഫൈ. സോ അതായത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു റിമോട്ട് ലൊക്കേഷൻസിൽ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു അസിസ്റ്റൻറ്റിന് ദൂരെ നിന്നിട്ട് ഇതിൻ്റെ ഫയൽസ് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓൾ ഇൻ ഓൾ വളരെ നല്ല ഒരു ക്യാമറ. ഇപ്പോൾ ക്യാമറ മാനുഫാക്ചേഴ്സും ജനറലി മിറർലെസ് ചെറുതാണ്, ചെറിയതിൻ്റെ അഡ്വാൻറ്റേജ് ഒന്നും ആരും പറയുന്നില്ല. ദിസ് ഈസ് നൗ ഓൾമോസ്റ്റ് ഒരു DSLR-ൻ്റെ ഒരു ക്രോപ്പ് സെൻസർ DSLR-ൻ്റെ വലിപ്പം തന്നെ ആയിട്ടുണ്ട്. ഇത് തുടങ്ങിയ സമയത്തും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരുന്നു, എന്തിനാണ് സൈസ് ഒരു സെല്ലിംഗ് പോയിന്റ്, ഐ മീൻ ഇറ്റ് ഇസ് പ്യുവർലി ഒരു സെല്ലിംഗ് പോയിന്റ് ആയിട്ട് മാത്രമാണ് ക്യാമറ മാനുഫാക്ചേഴ്സ് പറഞ്ഞിരുന്നത്. സ്മോൾ ബോഡിയായി ഇൻഫാക്ട് സ്മോൾ ബോഡി ഐ ഡോണ്ട് നോ, ഐ നെവർ ഫൗണ്ട് that as an advantage. You need decent grip പിന്നെയും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഗ്രിപ്പ് മേടിച്ചു കഴിഞ്ഞാൽ 2 ഗുണമാണ്. ഓഫ് കോഴ്സ് ബാറ്ററി കപ്പാസിറ്റി കൂടി ആൻഡ് ഗ്രിപ്പും ഇംപ്രൂവ്ഡ് ആയി. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ആക്ച്വലി ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ക്യാമറ എൻ്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കാൻ പോകുന്നത് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ആയിരിക്കും. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി അഡ്വർടൈസിങ് ഫോട്ടോഗ്രാഫി, കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ ആൻഡ് പ്രൊഫഷണൽ വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ്. ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ പ്രധാന
കൺസ്യൂമേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അതേപോലത്തെ കുറച്ച് സിറ്റുവേഷൻസ് ഷൂട്ട് ചെയ്ത് ആ സിറ്റുവേഷൻസിൽ ഈ ക്യാമറ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. പിന്നെ പേഴ്സണലി ആസ് എ ഫോട്ടോഗ്രാഫർ ഞാനൊരു ക്യാമറ മേടിക്കുന്ന സമയത്ത് ഹെയർ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു എന്ത് എക്യുപ്മെൻറ്റ്സ് മേടിക്കുന്ന സമയത്തും അതായത് തലമുടി നാരിഴയെ രണ്ടായിട്ട് മുറിച്ചു നോക്കുക, ഹെയർ സ്പ്ലിറ്റിംഗ് എന്ന് പറയും. അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഇടയിൽ പിക്സൽ പീപ്പിംഗ് എന്ന് പറയും. അങ്ങനെ ഞാൻ പോയിട്ട് ഒരു ക്യാമറ നോക്കാറില്ല. ക്യാമറ ഓഫ് കോഴ്സ് ബൈ ആൻഡ് ലാർജ് ഇന്ന് മേടിക്കുന്ന ഒരു കൊറിയൻ കാറും ഒരു ജാപ്പനീസ് കാറും ഒരു ജർമ്മൻ കാറുമായിട്ടുള്ള വ്യത്യാസം 80കളിലോ 70കളിലോ ഉണ്ടായിരുന്ന വ്യത്യാസം ഇന്നില്ല. ഓൾമോസ്റ്റ് എല്ലാ കാറുകളും, ഈവൻ ഇന്ത്യൻ മെയ്ഡ് കാർസ് ലൈക്ക് ദ ടാറ്റ ഹാരിയർ എല്ലാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഓട്ടോമൊബൈൽ ആയിട്ട് മാറിയിട്ടുള്ള ഒരു കാലത്ത് ക്യാമറയുടെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള കാനൺ ഉണ്ടാക്കിയ ഒരു ക്യാമറയിൽ ഹെയർ സ്പ്ലിറ്റിംഗ് നടത്തുന്നത് എത്ര ഉചിതമാണ് എന്ന് എനിക്കറിയില്ല. എങ്കിലും ലെറ്റ്സ് പുട്ട് ദിസ് ക്യാമറ ടു എ ടെസ്റ്റ് ആൻഡ് നമ്മൾക്ക് ഫീൽഡിൽ വെച്ച് ഇതിനെപ്പറ്റി ഇനിയും കൂടുതൽ ആ ക്യാമറയെ പറ്റി നമുക്ക് സംസാരിക്കാം. ഷൂട്ടിന് വേണ്ടി ഞങ്ങൾ പൂനെയിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ശാന്ത സുന്ദരമായ ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം, അവിടേക്ക് പോയി. ഷൂട്ടിനായി ഞാൻ കരുതിയത് R5-ഉം RF 2870-യുമാണ്. എൻ്റെ അഭിപ്രായത്തിൽ 2870 RF ലെൻസ് ആയിരിക്കും മിക്ക R5 യൂസേഴ്സിൻ്റെയും ഫസ്റ്റ് ചോയ്സ് എന്ന് തോന്നുന്നു. വെൽ, ഷൂട്ടിന് വേണ്ടി ഞങ്ങളുടെ സ്ഥിരം കമ്പനിയായിട്ടുള്ള കരൺ രാജും ആദിത്യ രാജുമാണ് ഉണ്ടായിരുന്നത്. കരൺ രാജിനെയും ആദിത്യ രാജിനെയും നിങ്ങൾ ഞങ്ങളുടെ 1DX Mark IIIയുടെ ഷൂട്ടിൽ നിന്ന് തീർച്ചയായും പരിചയപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആദിത്യയുടെയും കരണിൻ്റെയും വിവാഹം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത്. വെൽ, കോവിഡ് ആയ കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ ഞാൻ വിചാരിച്ചു R5-ൻ്റെ റിവ്യൂ അവരുടെ ഒരു പോസ്റ്റ് വെഡിങ് ഷൂട്ട് കൂടി ആയിക്കളയാമെന്ന്. വെൽ, നിങ്ങൾക്ക് കാണാം ലൈറ്റ് അത്ര നന്നായിരുന്നില്ല. ഒരു കാർമേഘം കൊണ്ട് മൂടിയ ഒരവസ്ഥയായിരുന്നു. അസിസ്റ്റൻസ് കുറഞ്ഞതുകൊണ്ട് ഞാൻ ലൈറ്റും അധികം, അതായത് ഫ്ലാഷും ഒന്നും ക്യാരി ചെയ്തിട്ടും ഉണ്ടായിരുന്നില്ല. വെൽ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ലൈറ്റിൻ്റെ കുറവൊന്നും കാനന് അത്ര ബാധിച്ചതായിട്ട് തോന്നിയില്ല. ഇടയ്ക്ക് സൺ ഒന്ന് പുറത്തു വന്നപ്പോൾ ആ ഗോൾഡൻ റിം ലൈറ്റ് ക്യാപ്ചർ ചെയ്യാനും എനിക്ക് സാധിച്ചു. ഈ ഷൂട്ടിന് ശേഷം ഞങ്ങൾ നേരിട്ട് പോയത് ഈ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു വീട്ടിലേക്കാണ്. കൈകൊണ്ട് റീയൂസ്ഡ് മെറ്റീരിയൽസിൽ നിന്ന് മാത്രം നിർമ്മിച്ച ഒരു വീട്, ആ വീട്ടിലേക്കാണ്. വെൽ, വിക്രമും കൗശാലികയും ഇക്കോളജിസ്റ്റാണ്, നേച്ചർ ലവേഴ്സാണ്, ഡോഗ് ബ്രീഡേഴ്സാണ്. വെൽ, ആ വീടിനകത്തും ഞങ്ങൾ R5-ഉം RF 2870-യും കൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ഓഫ് കോഴ്സ് ഹാൻഡ് ഹെൽഡ് മോസ്റ്റ് ഓഫ് ദ ടൈം. ആ വീടിനകത്ത് അത്ര ലൈറ്റും ഉണ്ടായിരുന്നില്ല. എക്സിസ്റ്റിംഗ് അവൈലബിൾ ലൈറ്റിൽ മാത്രമാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഔട്ട്ഡോറിൽ സംഭവിച്ചതുപോലെ തന്നെ ഇൻഡോറിലും R5 and 2870 കോമ്പിനേഷൻ വർക്ക്ഡ് വണ്ടർഫുള്ളി വെൽ. വീഡിയോയിലും സ്റ്റില്ലും ഹാൻഡ് ഹെൽഡായിട്ട് ഷൂട്ട് ചെയ്തിട്ടും കൂടി വളരെ നല്ല ഇമേജസ്, ക്രിസ്പ് ഷാർപ്പ് ഇമേജസ് കിട്ടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ മോശമായിരുന്നതുകൊണ്ട് R5-ൻ്റെ വെതർ സീലിംഗ് അതും ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റി. പഷ്മി എന്ന വർഗത്തിൽപ്പെട്ട ഈ വേട്ടനായ്ക്കൾ ഒരു 40-50 കിലോമീറ്റർ സ്പീഡിൽ പെർ അവർ ഓടും. ക്യാമറയുടെ നേരെ അത്രയും സ്പീഡിൽ ഓടി വരുന്ന ആ നായ്ക്കളുടെ ഒരു ഇമേജ് പോലും ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേക സവിശേഷത. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ 2870 ആയിരുന്നു. 70mm ഫോക്കൽ ലെങ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്തത്. ഫുൾ ഓപ്പൺ F2-ലും ആ ഇമേജുകൾ വളരെ ക്രിസ്പ് ആൻഡ് ഷാർപ്പ് ആയിരുന്നു എന്നുള്ളത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണ് പേഴ്സണലി.
പിന്നെ കുറച്ച് ലോ ലൈറ്റ് ഷോട്ടുകളും കുറച്ച് നോ ലൈറ്റ് ഷോട്ടുകളും ചെയ്തു. വെൽ, അതിൻ്റെ റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് നോക്കിക്കാണാവുന്നതാണ്. ഇനി നമുക്ക് ആ വീഡിയോ കാണാം. ക്ഷമിക്കണം, ആ വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിച്ചതിന്. പക്ഷേ അത് രണ്ടാമത്തെ ദിവസമായിരുന്നു. ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ആ സമയത്തും മഴ, ബാഡ് ലൈറ്റ് കാരണം നമ്മൾക്ക് ഷൂട്ട് നിർത്തിവെക്കേണ്ടി വന്നു. ഡോണ്ട് വറി, എൻ്റെ പൂനെയിലെ ഒരു കൂട്ടുകാരൻ, വളരെ പോപ്പുലറായിട്ട് വളരെ ബിസി ആയിട്ടുള്ള ഒരു ലോക്കൽ ഫോട്ടോഗ്രാഫർ, അദ്ദേഹത്തിൻ്റെ നെയിം ജയ്. അദ്ദേഹം ധാരാളം കാറ്റലോഗ്സ്, പോർട്ട്ഫോളിയോസ്, ജ്വല്ലറി ആൻഡ് ബ്യൂട്ടി ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കാനൺ യൂസറാണ്. കാറ്റലോഗും പോർട്ട്ഫോളിയോയും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാനൺ DSLR-ഉം, ബ്യൂട്ടി ആൻഡ് ജ്വല്ലറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈ എൻഡ് മീഡിയം ഫോർമാറ്റ് ഡിജിറ്റൽ ക്യാമറയുമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇതേവരെ മിറർലെസ് ക്യാമറകൾ ഉപയോഗിച്ചിട്ടില്ല. വെൽ, ഇൻഫാക്ട് മിറർലെസ് ക്യാമറ ഉപയോഗിക്കുന്നതിന് കുറച്ച് എതിരുമായിരുന്നു അദ്ദേഹം. വെൽ, കാനൺ R5 സ്റ്റുഡിയോയിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വന്ന് അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്നൊരാഗ്രഹം. അദ്ദേഹം സ്റ്റുഡിയോയിൽ ധാരാളം ഷൂട്ട് ചെയ്തു. റിസൾട്ട് കണ്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലുള്ള അഭിപ്രായം കുറച്ച് മാറിയോ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് അദ്ദേഹം ഒരു കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് മാൻ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുകയായിരുന്നു, വെൽ, ഈ ക്യാമറ R5 അദ്ദേഹത്തിന് ഇപ്പോൾ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം 2 ഫോർമാറ്റ് കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യം ഇല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു തോന്നൽ. വൈസ് ചോയ്സ് ഐ സേ. അതുകൂടാതെ എൻ്റെ ഫോട്ടോഗ്രാഫി ഗുരു റഫീഖ് എലിയാസ് അദ്ദേഹത്തിൻ്റെ ഫിലിമിംഗ് എക്സ്പീരിയൻസും ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫറും അവാർഡ് വിന്നിംഗ് ഫിലിം മേക്കറും കൂടിയാണ്. This is the last day of a documentary film that I've been shooting for several months, and the entire last sequence I shot on the Canon R5. The firmware update gave me all the breathing space that I needed. I could now shoot 4K, of course, as long as I wished, but I could also shoot 4K fine and even 8K when I thought I might need those shots. The premium flagship RF lenses are indeed unapologetically heavy. They make the camera somewhat front heavy. But once you reorient yourself and decide to hold the camera lens first with a bit of support of the other hand on the body, you become very comfortable with it, and the entire unit becomes a very organic, ergonomic whole. For a Canon user, it's a smooth transition to the R5 mirrorless. The menus are familiar, they're simple, they're fluid, and even if you're not a Canon user, it will be a very smooth transition in my opinion. I do miss the DSLR body, the DSLR form factor, even though it was heavy. But then I missed film when I went digital.
and I missed the rangefinder cameras when I went to DSLRs in the first place. It is a march of time, and I have learned over the years not to resist it, but to go with the flow. That's my 2 cents of wisdom, or lack of wisdom, rather. ഈ വീഡിയോ ആണ് ഞങ്ങളുടെ ഇത്രയും കാലത്തെ വീഡിയോ പ്രൊഡക്ഷൻ്റെ ഇടയിൽ ഏറ്റവും പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഡിലേ ആയ ഒരു റിവ്യൂ. വെൽ, കോവിഡ്, ലോക്ക്ഡൗൺ, ആൾക്കാർ കിട്ടായ്മ, ബാഡ് വെതർ, പ്ലസ് ജസ്റ്റ് എ ലാക്ക് ഓഫ് ഇൻസ്പിറേഷൻ ടു ഗോ ഔട്ട് ആൻഡ് ഷൂട്ട്, ഇന്നത്തെ ഈ പരിതസ്ഥിതികൾ കാരണം അതെല്ലാം കൊണ്ട് ഇതിൻ്റെ വീഡിയോ റിവ്യൂ വളരെ ഡിലേഡായി. പക്ഷേ as they say, better be late than never. Anyway, പിന്നെ HDR ക്വാളിറ്റിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, ടെലിവിഷൻ സ്റ്റോറുകളിലൊക്കെ പോകുന്ന സമയത്ത് വെരി ഹൈ ക്വാളിറ്റി, ഗ്രേറ്റ് കോൺട്രാസ്റ്റ് വാല്യൂ ഉള്ള സാമ്പിൾ ഫുട്ടേജസ് ഇങ്ങനെ ചില ടെലിവിഷനുകളിൽ പ്ലേ ചെയ്യുന്നതായിട്ട്. അങ്ങനെയുള്ള കണ്ടന്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ എങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരു HDR PQ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറും കൂടി ഇതിലുണ്ട്. നമ്മളത് ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും യൂട്യൂബിന് അത് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ ഇഫ് യു ആർ പ്രൊഡ്യൂസിങ് ദാറ്റ്, ആ HDR PQ മോഡ് ഇസ് അവൈലബിൾ ഇൻ R5. വെൽ, R5ൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഒപ്റ്റിക്കൽ ക്വാളിറ്റി ആൻഡ് ഫോളോ ഫോക്കസ്, അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫോക്കസ് ആയിക്കഴിഞ്ഞാൽ ആ ഫോക്കസ് ആകുന്ന സ്പീഡും അത് കൂടാതെ ആ സബ്ജക്റ്റിനെ ഫോക്കസിൽ ഹോൾഡ് ചെയ്യാനുള്ള ആ കഴിവും, പ്ലസ് ഫെൻറ്റാസ്റ്റിക് ഇമേജ് ബോത്ത് ഇൻ സ്റ്റിൽസ് ആൻഡ് വീഡിയോ ഇമേജ് ക്വാളിറ്റി, ഇതെല്ലാം ചേർന്ന് എനിക്ക് സംശയമില്ലാണ്ട് പറയാം ഈ ക്യാമറ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ക്യാമറകളിൽ റിയലി ഓൺ ടോപ്പ്. പിന്നെ ഇൻ്റർനെറ്റിൽ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചൂടാകൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഷൂട്ടിൽ ഞങ്ങളെ ബോദർ ചെയ്തില്ല. ആൻഡ് ഫേംവെയർ അപ്ഗ്രേഡിന് ശേഷം പലരും, യു ജസ്റ്റ് ഹേർഡ് റഫീഖ് സർ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്, അപ്ഗ്രേഡിന് ശേഷം ആ ഹീറ്റിംഗ് ഇഷ്യൂവും വളരെ വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ 8K ഷൂട്ട് ചെയ്തില്ല. 8Kയുടെ ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ആവശ്യമുണ്ട് എന്നെങ്കിലും ആവശ്യം വന്നുവെങ്കിൽ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദിസ് ക്യാമറ ഇന്റേണലി ടു ഷൂട്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്തത് 4K UHDയിലാണ്. ചൂടാകുകയോ എന്തെങ്കിലും രീതിയിൽ സ്ലോ ആവുകയോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉണ്ടായില്ല. നിങ്ങൾ കണ്ടു, ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് മോസ്റ്റ് ഓഫ് ദം, ഐ മീൻ ഓൾമോസ്റ്റ് എവറിഥിങ് വാസ് ഷോട്ട് ഹാൻഡ് ഹെൽഡ്. ഇന്റേണൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ വാസ് ബ്രില്യൻറ്റ്, ഇമേജ് ക്വാളിറ്റി വാസ് ഫെൻറ്റാസ്റ്റിക്. ഒരു കാര്യം, 4K 120 FPS കിട്ടണമെങ്കിൽ NTSC ഫോർമാറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. കുറച്ച് ഇമേജിൻ്റെ, അതായത് കളറിനെ കുറച്ച് എഫക്റ്റ് ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ 4K 120യുടെ ആവശ്യം വളരെ ചുരുക്കമേ വരാറുള്ളൂ. ബാക്കി എല്ലാ ഫോർമാറ്റുകളിലും PAL അവൈലബിൾ ആണ്, അത് ഉപയോഗിക്കുക. ഞങ്ങൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജ് എല്ലാം കാനൺ ലോഗിലാണ് ഷൂട്ട് ചെയ്തത്. അതിൻ്റെ ക്വാളിറ്റി വാസ് ഫെൻറ്റാസ്റ്റിക്. അതായത് ബേസിക്, അതായത് ഒരു ലിഫ്റ്റ്, ഗാമ ആൻഡ് ഗെയിൻ, ഓഫ് കോഴ്സ് എക്സ്പോഷറും ഇൻ ക്യാമറ എക്സ്പോഷറാണ് ഞാൻ ചെക്ക് ചെയ്തിരുന്നത്. ഇതിൻ്റെ മീറ്റർ നോക്കിയിട്ടാണ് ഞാൻ എക്സ്പോഷർ ചെക്ക് ചെയ്തിരുന്നത്. എക്സ്റ്റേണൽ റീഡിങ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബോത്ത് ഫോർ സ്റ്റിൽസ് ആൻഡ് വീഡിയോ അഗെയിൻ. ബേസിക് ലിഫ്റ്റ്, ഗാമ ആൻഡ് ഗെയിൻ ചെയ്യുമ്പോഴേക്കും നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇമേജ് സ്ട്രെയിറ്റ് അവേ നമ്മൾക്ക് കിട്ടുകയാണ്. അതിനെ പിന്നെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഗ്രേഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ഇമേജ് ക്വാളിറ്റി ഇതിൻ്റെ ഒരു സവിശേഷതയാണ്. ഇൻഫാക്ട് കാനൻ്റെ എല്ലാ വീഡിയോകളിലും അതൊരു വളരെ സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ക്യാമറയുടെ ഗുണങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഐ ക്യാൻ ജസ്റ്റ് ഗോ ഓൺ ആൻഡ് ഓൺ ആൻഡ് ഓൺ. പക്ഷേ ഇതിൻ്റെ റിവ്യൂ എവിടെയെങ്കിലും ഒന്ന് നിർത്തണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു 2-3 കാര്യങ്ങൾ ഐ തോട്ട്, ഇറ്റ്സ് ജസ്റ്റ് മീ, ഓക്കെ, ഐ മീൻ എൻ്റെ ഒരു പേഴ്സണൽ ഒരു ചെറിയ ഒരു തോന്നലാണ്. 3 കാര്യങ്ങൾ ഈ ക്യാമറയിൽ എനിക്ക് നന്നായാൽ കൊള്ളാമെന്ന് തോന്നിയത്. ഒന്ന്, ഇതിൻ്റെ ടോപ്പ് ഡയൽ, അതിൻ്റെ ബ്രൈറ്റ്നെസ്, ബോത്ത് സ്ട്രെയിറ്റ് ആകുമ്പോഴും റിവേഴ്സ് ആകുമ്പോഴും ഒരു ആംബിയൻ ലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്.
അത് എനിക്കൊരു വളരെ ബുദ്ധിമുട്ടാക്കി. പല സമയത്തും എനിക്കത് വളരെ സീരിയസ് ആയിട്ട് കെയർഫുൾ ആയിട്ട് നോക്കേണ്ടി വന്നു. അതൊന്ന്. രണ്ടാമത്തത്, നമ്മൾ സ്പോട്ട് AF ചെയ്യുമ്പോൾ, അതായത് ഈ ജോയ്സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് ഫോക്കസിങ് പോയിന്റ്സ് മാറി ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആ ഫോക്കസിലെ എക്സ്പോഷർ റീഡിംഗ് എടുക്കാനുള്ള സ്പോട്ട് AF എന്ന് പറഞ്ഞ ഫീച്ചർ അത് ഓട്ടോമാറ്റിക്കലി എനേബിൾഡ് അല്ല. അതായത് ഇതിൻ്റെ കസ്റ്റം മെനുവിൽ പോയി ഒരു 3-4 സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. ഇറ്റ് ഷുഡ് ബി ആക്ച്വലി അവൈലബിൾ. നമ്മുടെ ക്യാമറ സ്പോട്ട് AE മോഡിലാണ് കിടക്കുന്നത് എങ്കിൽ സ്പോട്ട് AFൽ സ്പോട്ട് AEയും കിട്ടണം ഓട്ടോമാറ്റിക് ആയിട്ട് എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. ഐ ഡോണ്ട് തിങ്ക് വൺ ഷുഡ് ബി ഫോഴ്സ്ഡ് ടു ഗോ ഇൻ ടു എ കസ്റ്റം സെറ്റപ്പ്. പിന്നെ ഈ സ്പോട്ട് AF മൂവ് ചെയ്യുന്നതും കുറച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് സ്പോട്ട് AF that movement get deactivated. ഒരു ബട്ടൺ പ്രസ് ചെയ്ത ശേഷം മാത്രമേ ഈ സ്പോട്ട് AF നമുക്ക് ആ പോയിന്റ് മൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ യൂസിങ് ദ ജോയ്സ്റ്റിക്. അത് ചില സമയത്ത് you tend to miss the opportunity. Other than that, I think ഈ ക്യാമറ currently മിറർലെസ് ക്യാമറകളുടെ ഇടയിലുള്ള ഒരു ഫെറാറിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഓഫ് കോഴ്സ് ഫെറാറീസ് കംസ് വിത്ത് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ് ലൈക്ക് മെയിൻ്റനൻസ്. ഇത് മേടിക്കുകയാണെങ്കിൽ യു ഷുഡ് ബി റെഡി വിത്ത് ലോട്ട്സ് ഓഫ് മെമ്മറി കാർഡ്സ് ആൻഡ് ലോട്ട്സ് ഓഫ് സ്റ്റോറേജ് ഇൻ യുവർ സ്റ്റുഡിയോ. Bye for now.